ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേ തീരുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. CPIയുടെ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ PK ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മതിലകത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിനെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്ന ആളായിരിക്കണം. RSS പ്രമാണിമാരെ വീണ്ടും വീണ്ടും പോയി കിന്നാരം പറയാൻ പോകുന്ന ഒരാൾ പോലീസിന്റെ ADGP പദവിയിൽ ഇരിക്കുവാൻ അർഹനല്ല. ഈ വിഷയത്തിൽ CPIക്കുള്ളത് ഉറച്ച നിലപാടാണ്. നിലമ്പൂരിലെ MLA എന്തൊക്കെയോ പറയുന്നുണ്ട്. ആഭ്യന്തര കാര്യങ്ങളിൽ ചിലതിനെല്ലാം ഗൗരവമുള്ളതാണെങ്കിലും അവയ്ക്ക് പരിഹാരം വേണം. നിലമ്പൂർ MLA രക്ഷകനല്ല. യഥാർത്ഥ രക്ഷകർ ജനങ്ങളാണ്. ഇടതുപക്ഷ ആശയത്തോട് ഹൃദയത്തിന്റെ ഉള്ളിൽ ലവലേശം ആത്മാർത്ഥത ഇല്ലാത്ത, പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഹുങ്കിന്റെയും രാഷ്ട്രീയത്തെ മാത്രം വലുതായി കാണുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ടു ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അത് കേട്ട് CPIയുടെയോ CPMന്റെയോ LDFന്റെയോ ഒരാൾ പോലും പോകാൻ പോകുന്നില്ല. CPIക്കും CPMനും വേറെ വേറെ വഴിയില്ല, ഒരേ വഴിയാണ്. അത് സത്യത്തിന്റെ നേരിന്റെ വഴിയാണ്. ചിലപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇപ്പോൾ വേറെയായിരിക്കാം, പക്ഷേ ആ ഉത്തരമെല്ലാം ഒന്നാകുമെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ET ടൈസൺ MLA അധ്യക്ഷനായി. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ലൈബ്രറിയുടെ ഉദ്ഘാടനവും റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ പതാക ഉയർത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ VS സുനിൽകുമാർ, KG ശിവാനന്ദൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേശ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TK സുധീഷ്, KS ജയ, കേരള ഫീഡ് ചെയർമാൻ K ശ്രീകുമാർ, മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, CPI ജില്ലാ കൗൺസിൽ അംഗം PV മോഹനൻ, PKയുടെ മകൾ ഡോക്ടർ ലസിത, സംഘാടക സമിതി ട്രഷറർ അഡ്വക്കേറ്റ് AD സുദർശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി നിരവധി പ്രവർത്തകർ അണിനിരന്ന പ്രകടനവും നടന്നു.